സ്റ്റൈലൊക്കെ ആയാലോ? ഓ ഞാൻ അങ്ങോട്ട് പറയാൻ വരേളൂ. രമ്യ നമസ്കാരം. നമസ്കാരം. എന്തോ സ്റ്റൈലിനെ പറ്റി പറയുന്ന കേട്ടു. മീനുക്കുട്ടി വേറെ ലെവല്. ഞാൻ വന്നപ്പോ എന്ത് ലെവല്? സ്വർഗവാതിൽ കടന്നു വന്ന ദേവതയോന്ന് എനിക്ക് തോന്നി. എന്റെ അമ്മ. അല്ല ഇന്നലെ ഉറങ്ങിയായിരുന്നോ? നന്നായിട്ട് ഉറങ്ങിയോ? ഉറങ്ങി കുഴപ്പമൊന്നുമില്ല, നോർമലാ. എനിക്കിപ്പോ നല്ല ബോധമുണ്ട്, പണ്ടത്തെ പോലെ. അല്ല ഉറങ്ങിയോന്ന് ചോദിച്ചാ. മധുചേട്ടാ സുഖല്ലേ? ചേട്ടാ സുഖല്ലേ? എല്ലാരോടും ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? ഞാൻ നന്നായി ഉറങ്ങി. അങ്ങനെയാണെങ്കിൽ ഇത് പറയാൻ സാധ്യത. കണ്ണാടിയൊക്കെ ഒന്ന് മാറ്റ്. അപ്പൊ നിങ്ങൾ തമ്മിൽ ജഗട ഇതുവരെ മാറിയിട്ടില്ല. ഇത് അങ്ങോട്ട് തന്നാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങളൊക്കെ പ്രായം കുറഞ്ഞവരാ. മനസ്സിലായി. സെയിം പ്രായമാണല്ലേ? 6 വർഷമായിട്ട് ഇതേപോലെ കൊറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, എക്സലന്റ്. ഇവിടെയും ഒരു പാട്ടൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? അതെ, പാട്ടും ഡാൻസും അല്ലേ അല്ലേ മിനുട്ടി? മോണോ ആക്ട് ആയിക്കോട്ടെ, കലാതിലകല്ലേ? അതെ. എന്നാ പിന്നെ ആ സകല കലകളും ഇവിടെ അതെ. മാത്രമല്ല ഡാൻസ് ഉണ്ട്, മധുവിന്റെ സ്പെഷ്യൽ ഡാൻസ് ഉണ്ട്. ചേച്ചി കണ്ടിട്ടില്ലല്ലോ? ഞാൻ കാണിച്ചുതരാം. മധുങ്കളുടെ ഒരു കിഡിലെ ഞാനേ കണ്ടുള്ളൂ. അത് മറ്റേ വെളിച്ചപ്പാട് കയറി ഇവിടുന്ന് അങ്ങ് ഇറങ്ങുന്നേ, പിന്നെ അവിടെ ചെല്ലുന്ന അവിടെ കൊറേ നേരം എനിക്ക് മിനുട്ടി കാണിച്ചു തരും. ഞാൻ പ്രമോഷൻ ക്ഷീണമാ ഡാൻസ് ചെയ്തിട്ട്. അപ്പൊ രമ്യ, നമുക്ക് പാട്ടും ഡാൻസും എല്ലാം ഒരു ആഘോഷം നിറഞ്ഞ ഒരു എപ്പിസോഡ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. നമ്മള് ടോപ്പ് സിംഗറിൽ വന്ന സെലിബ്രേഷനേ ഉള്ളൂ, അതിന് മേലെ ഒന്നുമില്ല. ടോപ്പ് സിംഗർ സമം സെലിബ്രേഷൻ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ ജഡ്ജസിന്റെ ഡാൻസ് കാണാം. ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ഡാൻസ്? ഇല്ല, എനിക്ക് മധുചേട്ടന്റെ ഡാൻസ് ആണ് കണ്ടിട്ടില്ലല്ലോ. കാണിച്ചു തരും. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു യുവർ സീറ്റ്. ഇന്ന് ശ്രീകുണ ചേട്ടന്റെ ഡാൻസ് ഉണ്ട്. ഇന്നൊരു കലക്ക് കളിക്കില്ലേ? നല്ല രസമുണ്ട്, ടീച്ചറിനെ ഒക്കെ പോലെ. മോളെ ആരുടെ താങ്ക് യു പറഞ്ഞേ? അവിടെ തന്നെ പറയണം. കാരണം മോളെ എങ്ങനെയാ വിളിച്ചെന്നറിയോ? ഇവിടെ അനൗൺസ് ചെയ്ത് എന്താന്ന് കേട്ടായിരുന്നോ? കേട്ടില്ലായിരുന്നോ? എന്തോ കേട്ടെ? ഇല്ല, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. കോഴിക്കൂട്ടിൽ നിന്നും വരുന്നു ദേന്റെ പാർത്ഥിവി. അങ്ങനെ ഞാൻ പറയാം. എന്നാണ് പറയേണ്ടത്. കുറിഞ്ഞിന്ന് പറഞ്ഞു. അത് ഇഷ്ടമല്ലേ? കുറിഞ്ഞിന്ന് വിളിക്കുന്നല്ലേ ഇഷ്ടം. ഞാൻ കൊച്ചിന് ഇഷ്ടമുള്ള കൂട്ടിലത്തെ കുറിഞ്ഞിന്ന് പറഞ്ഞാൽ കോഴിന്ന് അർത്ഥം. എന്തായാലും ഈ കോസ്റ്റ്യൂം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല സെൻസ് ആണ്. ഇത് തന്നെ വാങ്ങിച്ചു തരണം. സ്ഥിരമായിട്ട് തന്നെ ആക്കിക്കോ. അതെ, ഇത് വാങ്ങാൻ കിട്ടും ഇങ്ങനെ. ഏത് പാട്ടാ മോളെ? ഉടുക്കുകൊട്ടിപ്പാടും കാറ്റ്. ഇതാരാ മ്യൂസിക്? RK ശേഖർ സാറ്. നമ്മുടെ AR റഹ്മാൻ സാറിന്റെ അച്ഛൻ അല്ലേ? അറിയാമോ അതൊക്കെ? അറിയാം, ഞാൻ പഠിച്ചോണ്ട് വന്ന്. ചേച്ചി ഉള്ളപ്പോ പറഞ്ഞില്ലേ പഠിച്ചോണ്ട് വരണം. അപ്പൊ പിന്നെ ബാക്കിയും കൂടെ പറഞ്ഞേര്. എഴുതിയത് ശ്രീകുമാരൻ തമ്പി സാർ. അങ്ങനെയാണ്. ഏത് വർഷമാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കേക്കട്ടെ. 19 അങ്ങനെ പറ്റത്തില്ല. 1 മറ്റേ ലോട്ടറിയിൽ ഇത് പറയുന്ന പോലെ 1702. അത് തന്നെ, കറക്റ്റ്. 1972. പറയൂ. 1972. പാടിയത് ജാനകി അമ്മ അല്ലേ?